ഹലോ, നമുക്കിന്നൊരു വാലൻറ്റൈൻസ് ഡേ ടീമിൽ ഒരു ഡ്രോയിങ് വരക്കാം. ഡ്രോയിങ് സെൻറ്റാങ്കിൾ ടൈപ്പൊക്കെയാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് എന്ത് രീതിയിൽ വിലയിരുത്താവോ ആ രീതിയിൽ നമുക്ക് ഇതിന് പേരിടാം. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തും അല്ലേതെയും നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയോ അല്ലെങ്കിൽ നമ്മുടെ കഴിവ് പോലെ എന്തെങ്കിലും ഇപ്പോൾ പടം വരച്ചോ അല്ലാതെയോ ഒക്കെ ചെയ്ത് കൊടുക്കുന്നതിനല്ലേ ഇച്ചിരിയും കൂടി സ്പെഷ്യാലിറ്റി എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനെപ്പോഴും വാലൻറ്റൈൻസ് ഡേക്കായാലും എന്ത് കാര്യത്തിലായാലും ഞാൻ എൻ്റെ സ്വന്തം ഭാവനയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ പടം വരച്ചോ ഇതുപോലെ കാർഡോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ആയിരിക്കും ഞാനും ഉറപ്പായിട്ടും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കുകയാണോ ചെയ്യുകയാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഞാനിവിടെ ഗ്രില്ല് വരച്ച് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുനുകുനാ ഗ്രില്ലാണ് നമുക്ക് വേണ്ടത്. ഇത് വരയ്ക്കാൻ സിമ്പിളാണ്, അതുപോലെ തന്നെ പാടുവാണ്. അത് കഴിഞ്ഞ് റെഡ് പെന്ന് കൊണ്ടാണ് ഞാനിവിടെ ഹാർട്ട് കൊടുക്കുന്നത്. വാലൻറ്റൈൻസ് ഡേക്ക് റെഡ് തന്നെയാണല്ലോ നല്ലത്. അതുപോലെ ഓരോ കോളം വിട്ട് വേണം നമ്മൾ ഓരോ ഹാർട്ട് വരയ്ക്കാൻ. ഈ ഹാർട്ട് നമ്മൾ അളവെടുത്ത് വരക്കണമെന്നില്ല, ജസ്റ്റ് ആ ഒരു ഇതിൽ അങ്ങോട്ട് വരച്ച് പോകണം. ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ അതിങ്ങോട്ട് വന്നോളും തനിയെ, അതങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ വരക്കുന്നത് കണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്കും പറ്റുമെന്നേ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഡ്രോയിങ് A4 സൈസ് പേപ്പറിൽ ഫുള്ളായിട്ട് വരച്ച് വേണമെങ്കിൽ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ളിങ്ങനെ ഹാർട്ട് ഷേപ്പ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബ്ലാക്ക് പെന്നുകൊണ്ട് ലൈൻ ഇടുന്നുണ്ട്. ആ ലൈൻ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് നേരെയും പിന്നീട് വട്ടമാണ് നമ്മൾ ലൈൻ ഇടുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടും നീളത്തിലുമാണ് നമ്മളിങ്ങനെ വരയിട്ട് പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കും പാറ്റേണൊക്കെ തെറ്റിപ്പോയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. തെറ്റിപ്പോണേനും ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റും. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. എനിക്ക് 2-3 തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ലുക്ക് കാണുമ്പോഴത്തേക്ക് ആ തെറ്റൊന്നും നമുക്ക് പ്രത്യേകിച്ച് എടുത്തറിയുന്നൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വിട്ട് കളഞ്ഞേക്കണം. തെറ്റിപ്പോയെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട. എൻ്റെയും തെറ്റിയൊക്കെ പോകാറുണ്ട്, നിങ്ങളറിയാത്തത് കൊണ്ടാണ്. എൻ്റെ എല്ലാ പടത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് എന്തായാലും ഉണ്ടാവും. അത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വാലൻറ്റൈൻസ് ഡേക്ക് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വാലൻറ്റൈൻസ് ഡേ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.